وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا وأما القاسطون فكانوا لجهنم حطبا. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ജിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകളുടെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പോലെ സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ജിന്നുകളെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൃഷ്ടികളാണ്. അവർ നമ്മെപ്പോലെ തന്നെ, മനുഷ്യരെ പോലെ തന്നെ മുക്കല്ലഫീങ്ങളാണ്. എന്താണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ? ദീനിൻ്റെ നിയമങ്ങൾ ബാധകമായ ആളുകളാണ്. അതുപോലെ മനുഷ്യരുടെ സംസാരം അവർ കേൾക്കും. അതേ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയത് അവർ കേട്ടിട്ടുണ്ട്. അതുപോലെ അവരുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ കൂടി ഇനി വരുന്ന ആയത്തുകൾ, ഇന്ന് നമ്മൾ വായിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, അവിടുന്ന് നമസ്കരിച്ച സമയത്ത് ഖുർആൻ ഓതിയത് ഒരു സംഘം ജിന്നുകൾ കേട്ടിട്ടുണ്ട് എന്ന കാര്യം. അതാണ് ഈ സൂറത്തിൽ പറയുന്നത്. ആ ഖുർആൻ കേട്ടതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേട്ടതിന് ശേഷം അവർ പറയുന്ന വാക്കുകളാണിത്. ജിന്നുകൾ സംസാരിക്കുന്ന സംസാരമാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം. ആദ്യത്തെ 15 ആയത്തുകൾ. ആദ്യത്തെ 15 ആയത്തുകൾ ജിന്നുകളുടെ സംസാരമാണ്. അവർ വിശുദ്ധ ഖുർആനെ വർണ്ണിക്കുന്നതാണ് ആദ്യം കാണുന്നത്. എന്താണ് ഖുർആനെ കുറിച്ച് അവർ പറയുന്നത്? ഖുർആൻ അത്ഭുതകരമായ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ യഹ്ദി ഇല റുഷ്ദിലേക്ക്, റുഷ്ദ് എന്ന് പറഞ്ഞാൽ പക്വതയിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. വിശ്വാസകാര്യങ്ങളിലായാലും ആചാരങ്ങളിലായാലും മനുഷ്യൻ്റെ ഇടപാടുകളിലായാലും സ്വഭാവ മര്യാദകളിലായാലും ഏത് കാര്യത്തിലും ഏറ്റവും ശരിയായ നിലപാടുകളിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നതാണ്, മനുഷ്യന് അത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നവർ പറഞ്ഞു. അതുപോലെ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് ഈ ജിന്നുകൾ പറഞ്ഞു. എന്താണത്? വലൻ നുശ്രിക ബിറബ്ബിന അഹദ, നമ്മുടെ റബ്ബിൽ നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഖുർആനിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, ഖുർആൻ്റെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നത് തൗഹീദാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണ്, അവൻ മാത്രമാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ ഒരാളുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അത് അവന് മാത്രമേ ചെയ്യാവൂ. അതാണ് ഷിർക്ക് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം.
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ആശയത്തിന് വിരുദ്ധമായി, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ വിമർശിക്കുകയുണ്ടായി ഈ ജിന്നുകൾ. വന്നഹു ഖാന യഖൂലു സഫീഹുന അലല്ലാഹി ഷത്തത, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷൈത്താനാണ്, പിശാജാണ്. പിശാജ് അള്ളാഹുവിനെക്കുറിച്ച് ബാത്തിലായ തെറ്റായ കാര്യം ആണ് പറഞ്ഞിരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ അവർ പറഞ്ഞു. അതിനുശേഷം 6-ാമത്തെ ആയത്തിൽ ഈ ജിന്നുകളുടെ സംസാരം തുടരുകയാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിൻ, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ്? യഊദൂന, അഭയം തേടാറുണ്ടായിരുന്നു. ബിറിജാലിൻ മിനൽ ജിൻ, ചില ജിന്നുകളെ കൊണ്ട്. ജിന്നുകൾ പറയുകയാണ്, നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് അഭയം തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് കാരണം ഈ ജിന്നുകൾക്ക് അവരുടെ അഹങ്കാരം വർദ്ധിച്ചു. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നമുക്കിന്നും സമൂഹത്തിൽ കാണാം പിശാചുക്കളെ ആരാധിക്കുന്ന ആളുകൾ. അത് പല പേരിൽ, കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ പിന്നെ പിശാചിനെ ആരാധിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് തന്നെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ മക്കയിലെ ജാഹിലിയ കാലത്തുള്ള അറബികൾ അവരും ഇതുപോലെ ഒരു പണി ചെയ്തിരുന്നു. ജിന്നുകളെ, പിശാചുക്കളെ അവർ ആരാധിക്കുമായിരുന്നു. അതിൻ്റെ പല രൂപങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾ ശൈത്താനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ഭാഗികമായി ഒരു വിജന പ്രദേശത്തെത്തിയാൽ, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ആളില്ലാത്തൊരു താഴ്വരയിലേക്ക് എത്തിയാൽ അവരെന്ത് ചെയ്യും? അവിടെയുള്ള ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കും. അവിടെ അവർക്ക് ഷർറുകളൊന്നും തിന്മകളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തഫ്സീറിൽ കാണാം, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അറബികൾ യാത്രയിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെത്തിയാൽ അവർ പറയും, അഊദു ബിസയ്യിദി ഹാദിൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി, ഈ വാദി, ഈ താഴ്വരയിലുള്ള ഈ താഴ്വരയുടെ നേതാവായിട്ടുള്ള ജിന്നിനോട് ഞങ്ങൾ കാവൽ തേടുന്നു. മിൻ സുഫഹാഇ ഖൗമിഹി, അവൻ്റെ കൗമിൽപ്പെട്ട വിഡ്ഢികളുടെ ഷെറിൽ നിന്ന്. ഇപ്പോൾ ഇവിടെയുള്ള ഉപദ്രവകാരികളായ പിശാചുക്കളുടെ ഷെറിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട നേതാവിനോട് ഞങ്ങൾ കാവൽ തേടുന്നു എന്നവർ പറയുമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞ പോലെ ഇന്നും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ജിന്ന് എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും വിചിത്രമായിട്ട് തോന്നാം, ചിലതിനെ നിഷേധിക്കാം. പക്ഷേ മിക്കവാറും എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന അദൃശ്യരായ ജീവികളിൽ. അങ്ങനെ മനുഷ്യരെല്ലാവരും വിശ്വസിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. മനുഷ്യനല്ലാത്ത മറ്റെന്തോ ഒരു ജീവിയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ പല ആളുകളും അനുഭവിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ള ഈ ജിന്നുകളെന്ന് പറയുന്ന വിഭാഗത്തെ അവരെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവരെക്കുറിച്ച് പല വിശ്വാസങ്ങളും മനുഷ്യർക്കുണ്ട്. അവരുടെ ശക്തിയെക്കുറിച്ച് പല വിചിത്രമായ അല്ലെങ്കിൽ അതിശയോക്തിപരമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവരുപയോഗിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലും ഇങ്ങനെയുള്ള അദൃശ്യ ജീവികളെക്കുറിച്ചുള്ള വിശ്വാസം മനുഷ്യർക്കെല്ലാവർക്കുമുണ്ട്, ബഹുഭൂരിഭാഗം മനുഷ്യർക്കുമുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റെല്ലാ വിഷയത്തിലും എന്നതുപോലെ തന്നെ വളരെ മധ്യമമായ നിലപാടാണ് പഠിപ്പിക്കുന്നത്. ജിന്നുകൾ എന്ന് പറയുന്ന സൃഷ്ടികളുണ്ട്, അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മെ കാണാൻ സാധിക്കും, നമുക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അവരുടെ കഴിവുകൾ അവർക്ക് അള്ളാഹു തആല നമുക്ക് തന്നതുപോലെ തന്നെ പല കഴിവുകളും ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തിനും കഴിവുള്ളവരാണോ ജിന്നുകൾ? അല്ല, അവർക്കും പരിമിതികളുണ്ട്. അല്ല, ജാഹിലിയത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അറബികൾ എന്തുകൊണ്ടാണ് ഈ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നത്, ഈ പിശാചുക്കളോട് കാവൽ തേടുന്നത്? അവരുടെ വിശ്വാസം എന്തായിരുന്നു? എന്തിനും കഴിവുള്ളവരാണ് ജിന്നുകൾ, ഏത് അപകടത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സൂറത്തിൽ ജിന്നുകളുടെ പരിമിതികളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പല കുറവുകളെക്കുറിച്ചും ഈ സൂറത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ജിന്നുകൾ അവിശ്വാസികളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി, അവരെ കൊന്നുകളയാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അവർക്ക് അദൃശ്യമറിയില്ല, അവരുടെ അറിവിന് പരിമിതിയുണ്ട്. ഇങ്ങനെ ജിന്നുകളുടെ പരിമിതികളെക്കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജിന്നുകളുടെ കഴിവിന് പരിമിതിയുണ്ട്. വളരെ നിർണിതമായ ചില കഴിവുകൾ മാത്രമാണ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ എന്തും ചെയ്യാനുള്ള കഴിവ് ജിന്നുകൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ഇസ്ലാമിൻ്റെ ശത്രുക്കളും അതുപോലെ തന്നെ സുന്നത്തിൻ്റെ ശത്രുക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടും. എന്താണ് അവർ പറയാറുള്ളത്? നിങ്ങൾ പറയുന്നത് പോലെ പിശാചുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി നമുക്ക് തോന്നിയതൊക്കെ ചെയ്തുകൂടെ? നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾ കീഴടക്കിക്കൂടെ?
അതുപോലെ തന്നെ പിശാചിനെ സേവിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കിക്കൂടെ, അവർക്ക് തോന്നുന്നവരൊക്കെ ഉപദ്രവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ചോദ്യത്തിൽ അർത്ഥമില്ല, കഴിവില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കഴിവുകളും പരിമിതമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ബിസ്മി ചൊല്ലിയിട്ടൊരു വാതിലടച്ചാൽ ആ വാതിൽ തുറക്കാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുപോലെ ബിസ്മി ചൊല്ലിയിട്ടൊരു പാത്രം അടച്ചാൽ ആ പാത്രം തുറക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ പരിമിതമാണ്. ചില കാര്യങ്ങളിൽ അവർക്ക് മനുഷ്യരെക്കാളും കഴിവുണ്ട്. ചില മൃഗങ്ങളൊക്കെ മനുഷ്യരെക്കാളും കഴിവുള്ള മൃഗങ്ങളില്ല ചില കാര്യങ്ങൾ. അതുകൊണ്ട് ആ മൃഗങ്ങൾക്ക് മനുഷ്യനെ ഭരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഇവരുടെ കഴിവുകൾ പരിമിതമാണ്. അവരെ സേവിക്കുന്ന പൂജിക്കുന്ന ആളുകളെ തോന്നിയതെല്ലാം ചെയ്യാൻ അവർ സഹായിക്കുമോ? അതുമില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സഹായിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള അദൃശ്യ സൃഷ്ടികളുണ്ട് എന്ന് മനുഷ്യർ വിശ്വസിക്കും. അതോടുകൂടി ഈ അദൃശ്യ സൃഷ്ടികളുണ്ട് എന്നറിയിച്ച വിശുദ്ധ ഖുർആൻ്റെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും ആർക്കും പിന്നെ സംശയം ഉണ്ടാവില്ല. പിന്നീട് വിശ്വാസം എന്നുള്ളത് ഒരു പരീക്ഷണമല്ലാതെയായി മാറും. യഥാർത്ഥത്തിൽ പിശാചുക്കളുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ വഴിപഴിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരെ പൂജിക്കുന്ന ആളുകൾ ചോദിക്കുന്നതൊക്കെ അവർക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ വിശ്വാസികളാവുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു വർഗ്ഗമുണ്ട്, അവർ സഹായിക്കും എന്നൊക്കെ പറഞ്ഞത് പകൽ വെളിച്ചം പോലെ വ്യക്തമാകും. ആളുകൾ ഈ അദൃശ്യ ലോകവും അതിൻ്റെ സൃഷ്ടാവുമൊക്കെ ആയ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തോന്നിയതൊക്കെ ചെയ്യാൻ പിശാചുക്കൾ സഹായിക്കുക എന്നുള്ളത് അത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് ആളുകൾ? അവരുടെ മനസ്സിൽ പിശാചിനെക്കുറിച്ചുള്ള ചിത്രം ഏതെങ്കിലും കാർട്ടൂണിലോ പഴയ കഥയിലോ ഒക്കെ വായിച്ചതാണ്. അതുപോലെയല്ല ഇസ്ലാമിൽ ജിന്നുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ പരിമിതമായ കഴിവുകളുള്ള മനുഷ്യനെ പിഴപ്പിക്കാൻ നടക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവരെ പൂജിക്കുന്ന മനുഷ്യരുടെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. അതായത് കഥകളിലൊക്കെ ഒരാൾ ജിന്നിനെ പൂജിച്ച് പിശാചിനെ പൂജിച്ച് കഴിഞ്ഞാൽ പിശാച് പിന്നെ ഇയാളുടെ അടിമയാണ്, ഇയാൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ആളാണ്. അങ്ങനെയല്ല. മനുഷ്യൻ ജിന്നിൻ്റെ മുന്നിൽ താഴ്മ കാണിച്ച് പൂജിച്ച് ആണ് അവനിൽ നിന്ന് സഹായങ്ങൾ വാങ്ങുന്നത്. സഹായം വാങ്ങുന്ന ആളുകൾ, വഴിപഴച്ച ആളുകൾ, അവരങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാണ് മേൽക്കൈ? ഈ പിശാചിനാണ്. അതിനെ ആരാധിക്കുന്ന ആളുകളുടെ മേൽ അധികാരം ഈ പിശാചിനാണ്. അപ്പോൾ അവൻ പറയുന്നത് മുഴുവൻ ഈ പിശാച് അനുസരിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് ഇവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പഴപ്പിക്കാനായിരിക്കും പിശാച് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു മധ്യമമായ വിശ്വാസമാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമും സുന്നത്തും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. പിശാചുക്കളുണ്ട്, ജിന്നുകളുണ്ട്, അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ജാഹിലിയത്തിലുള്ള ആളുകൾ അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നിൽപ്പെട്ട ആളുകളെ വിളിച്ച് സഹായം തേടുമായിരുന്നു. ചില പണ്ഡിതന്മാർ ഈ ആയത്തിൽ ഒരു വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട റിജാൽ എന്നാണ് ഉപയോഗിച്ചത്. റിജാൽ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരിൽപ്പെട്ട പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുക. പുരുഷൻ എന്നാണ് റിജാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അഥവാ മനുഷ്യനായ ആണിനാണ് റജുൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ജിന്നുകളെക്കുറിച്ച് ആ വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം ജിന്നുകളല്ല, നേരെ മറിച്ച് യഊദൂന ബിരിജാലിൻ, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ മനുഷ്യരിൽപ്പെട്ട മറ്റ് ചില ആളുകളോട് കാവൽ തേടിയിരുന്നു, മിനൽ ജിന്നി, ജിന്നിൻ്റെ ഷെറിൽ നിന്ന് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചില തഫ്സീറുകൾ കാണാം. അതൊരിക്കലും ജിന്നിനെ നിഷേധിക്കുന്ന ആളുകളൊന്നുമല്ല ഈ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ, വലിയ മുഫസ്സിരീങ്ങളാണ്. അവരിങ്ങനെ പറയാൻ കാരണം റിജാൽ എന്നുള്ള വാക്ക് ജിന്നുകളെക്കുറിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയിലാണ് അവരങ്ങനെ വ്യാഖ്യാനിച്ചത്. പക്ഷെ അത് ശരിയല്ല. ഇവിടെ മുഷാക്കലത്ത് എന്ന് പറയും ബലാഗയിൽ, അറബി സാഹിത്യത്തിൽ. റിജാലും മിനൽ ഇൻസ്, മനുഷ്യരിൽപ്പെട്ട റിജാൽ എന്ന് ഉപയോഗിച്ചത് കൊണ്ട് റിജാലും മിനൽ ജിൻ എന്ന് ഉപയോഗിച്ചതാണ്. യഥാർത്ഥത്തിൽ ജിന്നുകളെക്കുറിച്ച് റിജാൽ എന്ന് പറയില്ലെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണ് മറ്റുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, വിജനമായ പ്രദേശങ്ങളിലെത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അഊദു ബി സയ്യിദി ഹാദൽ വാദി എന്ന് പറഞ്ഞിരുന്നതിന് പകരം ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഖൗല ബിൻത് ഹക്കീം എന്ന് പറയുന്ന സഹാബി വനിത ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മൻ നസല മൻസിലൻ, ആരാണോ ഒരു നാട്ടിൽ പ്രവേശിച്ചത്, ഫഖാല അഊദു ബി കലിമാത്തില്ലാഹി താമാത്ത് മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ഷെറിൽ നിന്ന് എന്നൊരാൾ പറഞ്ഞാൽ ലം യദുർറഹു ഷൈഉൻ ഹത്താ യഖ്റുജ മിൻ മൻസിലിഹി, ആ പ്രദേശത്ത് നിന്ന് അവൻ പുറത്തു പോകുന്നത് വരെ, അവിടെ നിന്ന് അവൻ പുറപ്പെട്ടു പോകുന്നത് വരെ ഒരു വസ്തുവിൻ്റെയും ഉപദ്രവം അവനുണ്ടാവുകയില്ല എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദുആ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹുവിൽ കാവൽ തേടുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഷെറിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ? നമുക്ക് കാണാൻ സാധിക്കാത്ത ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്.
അല്ല, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളും കാണാം ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ. നിന്നോട് ശത്രുതയുള്ള ആളെ നല്ല പെരുമാറ്റത്തിലൂടെ നേരിടുക. ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ അസ്സയ്യിഅ. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളോട് അങ്ങോട്ട് നന്മ ചെയ്യുക. ഇത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാം. ഇത് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒക്കെ അടുത്ത് പിശാചിൻ്റെ ഷെറിനെ കുറിച്ചും പറയുന്നത് കാണാം. സൂറത്ത് ഫുസ്സിലത്തിലുണ്ട്, സൂറത്തുൽ അറാഫിലുണ്ട്. ഇത് പറഞ്ഞതിൻ്റെയൊക്കെ തൊട്ടടുത്ത് വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഇങ്ങനെയൊക്കെ പറയുന്നത് കാണാം. എന്താണ് അതിൻ്റെ കാരണം? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയുന്നത് മനുഷ്യന് രണ്ട് തരത്തിലുള്ള ശത്രുക്കളുണ്ട്. മനുഷ്യരിൽപ്പെട്ട ശത്രുക്കളുണ്ട്, ഇതുപോലെ അദൃശ്യരായ പിശാചുക്കളുണ്ട്. അപ്പോൾ മനുഷ്യരായ ശത്രുക്കളെ നമുക്ക് നല്ല പെരുമാറ്റത്തിലൂടെ കീഴടക്കാൻ പറ്റും. അവനിങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ക്ഷമയോടുകൂടി നേരിട്ടാൽ എന്ത് ചെയ്യും? അവൻ്റെ ഷെർ കുറയും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ജനങ്ങളോട് വളരെ സൗമ്യമായി പെരുമാറുക എന്നുള്ളത് അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആശ്വാസം കിട്ടാനുള്ള വഴി. കാരണം ആളുകൾ മൂന്ന് തരത്തിലായിരിക്കും. ഒന്ന്, നിൻ്റെ ശത്രുക്കളുണ്ടാവും. രണ്ട്, പരിചയമില്ലാത്ത ആളുകളുണ്ടാവും, അപരിചിതരായ ആളുകളുണ്ടാവും. മൂന്ന്, സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സുഹൃത്താണെങ്കിൽ അവൻ്റെ സ്നേഹം വർദ്ധിക്കും. അവൻ ഇങ്ങോട്ട് പെരുമാറുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ ലുത്ഫോടുകൂടി സൗമ്യതയോടുകൂടി പെരുമാറിയാൽ അവൻ്റെ സ്നേഹം കൂടും. പരിചയമില്ലാത്ത ആളാണെങ്കിൽ അവൻ സുഹൃത്തായി മാറും. ശത്രു ആണെങ്കിലോ അവൻ്റെ ശത്രുത കുറച്ച് കുറയെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് മനുഷ്യരെ നേരിടാൻ പറ്റും. ഇങ്ങോട്ട് ചീത്ത പറയുന്ന ആളുകളോട് അങ്ങോട്ട് നല്ല വാക്ക് പറയുക, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളുകളെ അവഗണിക്കുക. അങ്ങനെ നമുക്കവരെ കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷേ പിശാചിനോട് ഇത് സാധിക്കുമോ? സാധ്യമല്ല. കാരണം പിശാചിനെ നമ്മൾ കാണുന്നില്ല. പിശാചിനോട് ചിരിക്കാനോ പിശാചിന് വല്ലതും കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യരായ ശത്രുക്കളെ പറ്റി പറഞ്ഞതിൻ്റെ ഉടനെ തന്നെ ഇക്കാര്യം പറയുന്നത്. പിശാചുക്കളെ നേരിടാനുള്ള വഴി എന്താണ്? ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അള്ളാഹുൽ അഭയം തേടുക, അള്ളാഹുവിനോട് കാവൽ തേടുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് നിരവധി സ്ഥലങ്ങളിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതുപോലെ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്, അതുപോലെ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക അൻ യഹ്ദുറൂൻ. ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം. അതുപോലെ ഹദീസിൽ നമ്മൾ കണ്ടു മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുൽ അഭയം തേടുക എന്നുള്ളത് മാത്രമാണ് പിശാചുക്കളുടെ ഷറിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി. ഇനി ഉലമാക്കൾ, ഇമാമിയങ്ങൾ ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഇസ്തിആദത്ത് എന്ന് പറയുന്നത്, അഭയം തേടൽ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതൊരു ഇബാദത്താണ്. ദുആ പോലെ, അതുപോലെ നേർച്ച പോലെ, ബലികർമ്മം പോലെ അള്ളാഹുവിനോട് മാത്രം നടത്താൻ പാടുള്ള ഒരു ഇബാദത്താണ് ഇസ്തിആദത്ത് എന്ന് പറയുന്നത്, അഭയം തേടുക എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അഭയം തേടുന്നത് മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങളിലാണ്. അല്ലേ? പിശാചിൻ്റെ ഷെറിൽ നിന്ന് നമ്മളെ കാക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ പിശാചുക്കൾ എങ്ങനെയാണെന്ന് പോലും മനുഷ്യർക്കറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് പിശാചുക്കളെ നിയന്ത്രിക്കുക എന്നുള്ളത്, അവരുടെ ഷെറിൽ നിന്ന് കാവൽ തരിക എന്നുള്ളത്. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവിധ ഷെറുകളിൽ നിന്നും എന്നെ കാക്കണമെന്ന് പറയുക, അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്തിആദത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിആദത്ത് പാടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഷെറുകളിൽ നിന്നുമുള്ള ഇസ്തിആദത്ത്, അതുപോലെ സൃഷ്ടികൾക്ക് സാധിക്കാത്ത ഷെറുകളിൽ നിന്നുള്ള ഇസ്തിആദത്ത്, അതിൽ നിന്നുള്ള കാവൽ, അഭയം, ഇത് നൽകാൻ അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ കാവൽ തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം അത് മനുഷ്യർക്ക് പരസ്പരം ചോദിക്കാം എന്നതിന് ഒരു തെളിവ് നമുക്ക് മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അഥവാ നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹുവിനോട് മാത്രമേ കാവൽ തേടാവൂ, അള്ളാഹുവിനോട് മാത്രമേ ആവശ്യങ്ങൾ ചോദിക്കാവൂ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാധാരണ. എന്താണ്? നമ്മൾ പരസ്പരം ചോദിക്കുന്നില്ലേ? അപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നില്ല. ചില ആൾക്കാർ കുറച്ചുകൂടി കടന്നിട്ട് എന്ത് പറയും? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് തന്നെയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ആരോടും പ്രാർത്ഥിക്കാം, മനുഷ്യർക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം എന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് മതി? ഇവർക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതി. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? അവർക്ക് സ്വന്തമായി കഴിവില്ല,
അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരോടും ചോദിക്കാം. അതല്ലാതെ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാം, അതിനപ്പുറത്തുള്ള സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാവൂ അല്ലെങ്കിൽ ശിർക്കാവും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യമാണെങ്കിലും അതിനപ്പുറത്തുള്ള കാര്യമാണെങ്കിലും ഒക്കെ അള്ളാഹു കൊടുത്തതാണെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ ചോദിച്ചാൽ അതാണ് ശിർക്ക്. അപ്പോൾ നിങ്ങൾ പരസ്പരം കുറച്ച് വെള്ളം ചോദിക്കുന്നതോ ചെറിയൊരു സഹായം ചോദിക്കുന്നതോ അത് ചിലപ്പോൾ ശിർക്കാവും. കാരണം നിങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവാണോ അല്ലേ എന്നുള്ള വിശ്വാസമൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കെന്തും ചോദിക്കാം, ഇതൊക്കെ അള്ളാഹ് കൊടുത്തതാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി, എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്നായിരിക്കും പറയാം. അപ്പോൾ ഈ പറയുന്നത് ശരിയല്ല എന്നതിന് ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫലക്കിൻ്റെ നാസിൻ്റെ ഒക്കെ തഫ്സീറിലെന്നാണ്ട് ഓർമ്മ. അഹ്ലുസുന്നത്തിൻ്റെ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ ഒരു തെളിവ് കാണാം. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദുആ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ ദുആനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക്. അതെന്താണ്? ചരിത്രത്തിൽ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നതാണ് സഹാബത്തിൻ്റെ വിശ്വാസം, അതാണ് താബിഈങ്ങളുടെ വിശ്വാസം. അതിൽ മുൻഗാമികൾക്കിടയിൽ ഇജ്മാ ഉണ്ട് അല്ലേ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് നിഷേധിക്കുന്ന വിഭാഗമാണ് മുഅ്തസില. അവരുടെ വിശ്വാസം എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. ഈ വാദം പറഞ്ഞിരുന്ന ആളുകൾക്കെതിരെ തെളിവുകൾ കൊണ്ട് പോരാടിയ ആളുകളാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം വന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമിങ്ങൾ. ഇവർ ഈ മുഅ്തസിലത്തിനെതിരെ ഒരു തെളിവായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സഹീഹ് മുസ്ലിമിലെ ഹദീസ്, ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ ഈ ഹദീസ് എങ്ങനെയാണ് അവർ തെളിവാക്കിയത്? അവർ പറയുന്നത് ഖുർആൻ അള്ളാഹിൻ്റെ കലിമാത്താണല്ലോ അല്ലേ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ കലിമാത്താണ്, അതിൽ സംശയം ആർക്കില്ല. അള്ളാഹു തആല അവൻ്റെ കലിമാത്തുകളാണ്. ഈ കലിമാത്ത് മഖ്ലൂഖാണോ അല്ലേ എന്നാണ് പ്രശ്നം. അപ്പോൾ ഇത് കലിമാത്തുള്ള എന്ന് പറഞ്ഞത് മഖ്ലൂഖായിരുന്നെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂഖിനോടാണ് നമ്മൾ കാവൽ തേടുന്നത്. അപ്പോൾ മഖ്ലൂഖിനോട് കാവൽ തേടാൻ പാടില്ല എന്ന് ഞങ്ങളും നിങ്ങൾ മുഅ്തസിലത്തും ഒക്കെ യോജിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എങ്ങനെ ഈ ഹദീസ് വന്നു എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗം ആളുകൾ സ്വയം കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയുള്ളൂ, അള്ളാഹ് കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല, എന്ത് കാര്യം ചോദിക്കാം എന്ന് പറയുന്ന ആളുകളായിരുന്നു ഇമാം അഹ്മദിൻ്റെയും മറ്റു ഇമാമികളുടെയും കൂടെയെങ്കിൽ, അല്ലെങ്കിൽ ഇമാം അഹ്മദും കൂട്ടരൊക്കെ ആ വിശ്വാസക്കാരായിരുന്നെങ്കിൽ ഈ മുഅ്തസിലാക്കൾ തിരിച്ചെന്ത് പറയും? ഹദീസിന് യാതൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ വിശ്വാസത്തിനെതിരല്ല ഹദീസ്, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മഖ്ലൂഖിനോട് ചോദിക്കാമല്ലോ, അതാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാലോ ഇവർക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മറുപടി മുഅ്തസിലത്ത് പറഞ്ഞതായി അന്നു മുതൽ ഇന്ന് വരെ കാണാൻ സാധിക്കുകയില്ല. ഈ തെളിവ് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറയുന്ന ഹദീസ് മുഅ്തസിലിയാക്കൾക്കെതിരായി പറഞ്ഞത് ആരൊക്കെയാണ്? പഴയ കാലം മുതലുള്ള ഇമാമിങ്ങൾ. ഇമാം ബുഖാരിയുടെ ഷെയ്ഖായിട്ടുള്ള നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാ, അദ്ദേഹം മുതൽ ഇങ്ങോട്ട് ഇമാം അഹ്മദ്, അതുപോലെ ശേഷം വന്ന ഇമാമിങ്ങൾ, ഷാഫി മദ്ഹബിലെ ഇമാമിങ്ങളായിട്ടുള്ള ഇമാം ഖത്താബി, അതുപോലെ ഇമാം ബൈഹഖി, ഇങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് മനസ്സിലാക്കാം? ഇസ്തിആദത്ത്, എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ തേടുക എന്നുള്ളത്. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറും പെട്ടു അല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലം യദുർറഹു ഷൈഉൻ, ഒരു ഷർറും ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്, ആ സ്ഥലത്ത് നിന്ന് അവൻ പോകുന്നത് വരെ. അറബിയിൽ അല്ലെങ്കിൽ ഉസൂൽ ഫിഖ്ഹിൽ അറിയപ്പെട്ടൊരു നിയമമുണ്ട്. എന്താണ്? ഷൈ എന്ന് പറഞ്ഞാൽ നക്കിറയാണ്. നക്കിറ ഫി സിയാഖി നഫി, നിഷേധാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എന്താ പറയുക നക്കിറയായിട്ടുള്ള അൽ എന്നുള്ള താരീഫില്ലാത്ത ഇസ്മുകൾ വന്നാൽ ആ വർഗ്ഗം മുഴുവൻ അതിൽ പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഷെറും ബാധിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ കാവൽ തേടിയത് എന്തിനു വേണ്ടിയാണ്? എല്ലാ ഷെറിൽ നിന്നുമുള്ള കാവലാണ് തേടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഷെറിൽ നിന്നും കാക്കുക എന്നുള്ളത് മഖ്ലൂഖിന് സാധിക്കുന്നതല്ല. മഖ്ലൂഖിനോട് ആ വിഷയം ചോദിക്കാൻ പറ്റുകയില്ല എന്നത് മുസ്ലിമീങ്ങളെല്ലാവരും ഏകോപിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് മുഅ്തസിലികൾക്കെതിരെ ഇമാം അഹ്മദും മറ്റുള്ള ഇമാമിങ്ങളൊക്കെ ഈ ഹദീസ് തെളിവാക്കാനുള്ള കാരണം. അപ്പോൾ ആ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ആൾക്കാർ പിശാചിന് സേവ ചെയ്ത് പിശാചിനെ പൂജിച്ച് കാര്യം നേടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ അവരുടെ വിധി എന്താണ്? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? പിശാചിനോട് സഹായം തേടുന്നത് കുഫ്റാണ്, ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താകും അവരെ പൂജിച്ചുകൊണ്ടാണെങ്കിൽ. ഇനി പൂജിക്കാതെയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരാൾ പിശാചിനോട് അല്ലെങ്കിൽ ജിന്നുകളോട്
ഹലാലായ ഒരു കാര്യം ചോദിക്കുന്നു, അടുത്തുള്ള ഒരു ജിന്നിനോട് ഹലാലായ ഒരു കാര്യം ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാലോ അത് പതുക്കെ ശിർക്കിലേക്കെത്തും. കാരണം എന്താ, ഈ പിശാചുക്കളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പഴപ്പിക്കാനും ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണ്. മുമ്പിലുള്ള അല്ലെങ്കിൽ മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജിന്ന് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ജിന്നിനോട് ഒരു ആവശ്യം പറയാന്നുള്ളത് അത് പതുക്കെ പതുക്കെ ശിർക്കിലെത്തും. കാരണം ഇത് നമ്മളുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഈ ചോദിക്കുന്നവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ജിന്ന് കാഫിറായിരിക്കാം. അവനൊരാവശ്യം ചെയ്തു കൊടുക്കും, പിറ്റേ ദിവസം അവൻ്റെ ആവശ്യം ചെയ്യണമെങ്കിൽ അവന് പൂജ ചെയ്യണം എന്ന് പറയും, ഷിർക്ക് ചെയ്യണം എന്ന് പറയും. അങ്ങനെ പതുക്കെ ഷിർക്കിലെത്തിക്കും. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയപ്പെട്ട ഉലമാക്കളൊക്കെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷേഖ് വലിയ അറിയപ്പെട്ട ആലിമാണ്, ഇമാമാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്നത് യുഷ്ബിഹു സുആൽ അൽ അംവാത്ത്, മരിച്ചവരോട് ചോദിക്കുന്നതിനോടൊരു സാമ്യമുണ്ട്. വഫീഹി റായിഹത്തു മിൻ റവായിഹി ഷിർക്ക്, ഷിർക്കിൻ്റെ ഒരു മണം, ഒരു സ്മെല്ലുണ്ട് അതിൽ, അതുകൊണ്ട് അത് പാടില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി, അബ്ദുൽ അസീസ് ബിൻ ബാസ് അദ്ദേഹം പറഞ്ഞു അമ്മൽ ലുജൂ ഇലൽ ജിൻ ഫല, ജിന്നുകളോട് സഹായം തേടുക എന്നുള്ളത് പാടില്ല. കാരണം എന്താ, ലിഅന്നഹു വസീലത്തുൻ ഇലാ ഇബാദത്തിഹിം വ തസ്ദീഖിഹിം, അവരെ ഇബാദത്ത് ചെയ്യാനുള്ള വസീലയാണത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല എന്നതാണ് ശരി. വിശുദ്ധ ഖുർആനിൽ സൂചനകളുണ്ട് അങ്ങനെ പിശാചുക്കളോടാണെങ്കിലും അല്ലാത്ത ജിന്നുകളോടാണെങ്കിലും സഹായം തേടാൻ പാടില്ല എന്നുള്ളതിന്. എന്താണ് തെളിവ്? സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയൗമ യഹ്ശുറുഹും ജമീഅൻ, അള്ളാഹു ജിന്നുകളെയും മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, എന്നിട്ട് അള്ളാഹു പറയും ജിന്നുകളെ നിങ്ങൾ ധാരാളം മനുഷ്യരെ പേപ്പിച്ചിരിക്കുന്നു. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്, അപ്പോൾ മനുഷ്യരിൽപ്പെട്ട ഈ ജിന്നുകളുടെ ഔലിയാക്കൾ, ജിന്നുകളോട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ, അവർ പറയും റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ്, ഞങ്ങൾ ദുനിയാവിൽ പരസ്പരം ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ട്, അവർ ഞങ്ങൾക്ക് പലതും ചെയ്തു തന്നു, അതിൽ ഞങ്ങൾ സന്തോഷിച്ചു, ഞങ്ങൾ അവരോട് സഹായം തേടിയതിൻ്റെ പേരിൽ അവരും അഭിമാനിച്ചു. അങ്ങനെ പരസ്പരം ഇസ്തിംതാ, പരസ്പരം ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. വബലഗ്ന അജലന അല്ലദി അജ്ജൽതന, അങ്ങനെ ഈ സുഖത്തിൽ മുഴുകി, ഈ പരസ്പരമുള്ള ബന്ധത്തിൽ മുഴുകി ഞങ്ങൾ നിശ്ചയിച്ച ആയുസ് വരെ ജീവിച്ചു. ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹ ഇല്ല മാഷാ അല്ലാഹ് ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ സങ്കേതം നരകമാണ്, അതിൽ നിങ്ങൾ ശാശ്വതരായിരിക്കും. വകദാലിക നുവല്ലി ബഅദ അദ്ദാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങൾ ചെയ്തിരുന്ന പാപങ്ങൾ കാരണം ഞാൻ നിങ്ങൾ രണ്ടു കൂട്ടരെയും ഔലിയാക്കളാക്കിയിരിക്കുന്നു, നിങ്ങൾ പാപികളായത് കാരണമാണ് നിങ്ങൾ പരസ്പരം ഈ ബന്ധം ഉണ്ടായത് എന്ന് അല്ലാഹു തആല പറയും. അപ്പോൾ ജിന്നുകളോടുള്ള എല്ലാ ബന്ധവും അത് ഹറാമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഹലാലായിരുന്നെങ്കിൽ, അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസകരമായ സന്ദർഭങ്ങളുണ്ടായി. ഖന്തഖ് യുദ്ധം, അല്ലെ, കിടങ്ങ് കുഴിക്കുകയാണ് മദീനയ്ക്ക് ചുറ്റും, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജിന്നുകളെ വിളിക്കാമായിരുന്നു, അല്ല, അവിടെയുള്ള ഹാദറായ ജിന്നുകളെ വിളിക്കാമായിരുന്നു. ഹലാലായ കാര്യമാണ് കുഴി കുത്തുക എന്നുള്ളത്. അതുപോലെ പല സന്ദർഭങ്ങളിലും മദീനയിലെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു, ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജിന്നുകളെ പറഞ്ഞേക്കാം. അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, ഹറാമാണ്. ഇനി ജിന്നുകളുടെ കഴിവിൻ്റെ പരിമിതി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഗൈബിൻ്റെ കാര്യം പറയുമ്പോൾ വിശദീകരിക്കാം. യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ, അങ്ങനെ മനുഷ്യർ ജിന്നിനോട് സഹായം തേടിയപ്പോൾ എന്ത് സംഭവിച്ചു? ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിച്ചു. ഈ സെൻറ്റൻസ്, ഈ ഒരു ജുംലയുടെ അർത്ഥം രണ്ട് രീതിയിൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടെ സാദൂഹും എന്ന് പറയുന്നത്, ആ ഹും എന്ന് പറയുന്നത് മനുഷ്യനാണോ ജിന്നാണോ? അപ്പോൾ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ റഹഖ് എന്നുള്ള വാക്കിൻ്റെ രണ്ടർത്ഥമുണ്ട്. റഹഖ എന്നുള്ള വാക്കിന് ഒന്ന് പാപം എന്നുള്ള അർത്ഥമുണ്ട്, അഹങ്കാരം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ജിന്നിനോട് ചോദിക്കുന്തോറും അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജിന്നുകളാണെങ്കിൽ മനുഷ്യരുടെ ഈ സഹായ അഭ്യർത്ഥന കാരണം അവരുടെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടർത്ഥവും മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. വഅന്നഹും വന്നു, ഈ ജിന്നുകൾ തുറന്ന് പറയുകയാണ്, വഅന്നഹും വന്നു, ഞങ്ങളുടെ കൗമിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ഈ ആളുകൾ, മനുഷ്യർ സഹായം തേടിക്കൊണ്ടിരുന്ന ഈ ജിന്നുകൾ, അവർ വിചാരിച്ചു കമാ ദനൻതും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, അഥവാ മക്കയിലെ മുശ്രിക്കുകളൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ അവരും വിചാരിച്ചു, അല്ലൻ യബ്അസ അല്ലാഹു അഹദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണശേഷം ആരെയും ജീവിപ്പിക്കുകയില്ല എന്നവർ വിചാരിച്ചു. അപ്പോൾ ഇവർ ഈ ഷിർക്കും അതുപോലെ പരസ്പരം മാസിയത്തുകളുടെ കാര്യത്തിലുള്ള ഈ സഹകരണവും ഇതൊക്കെ ചെയ്യാനുള്ള കാരണം പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. മരണശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരും പരസ്പരം ഇങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തത്.
മറ്റൊരു വ്യാഖ്യാനം ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ അവർ നിഷേധിക്കുമായിരുന്നു. കാരണം ബഅസ് എന്നുള്ള വാക്കിന് മരണാനന്തര ജീവിതം എന്ന അർത്ഥമുണ്ട്, നബിമാരെ നിയോഗിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇനിയൊരു നബി വരാനില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയൊക്കെ കയറൂരി വിട്ടിരിക്കുകയാണ് ഇനി മുതൽ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവരിത് ചെയ്തത് എന്നും ചില മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വഅന്നാ ലമസ്ന സമാ, എന്നിട്ട് അവർ തുടർന്ന് പറയുകയാണ്, വഅന്നാ ലമസ്ന സമാ, ഞങ്ങൾ ആകാശത്തെ പരിശോധിച്ചു. ഫവജദ്നാഹ മുലിഅത് ഹറസൻ ഷദീദൻ വശുഹുബ, അപ്പോൾ ഞങ്ങൾ കണ്ടെത്തി ഈ ആകാശം മുലിഅത്, അത് നിറഞ്ഞിരിക്കുന്നു, ഹറസൻ ഷദീദൻ, കടുത്ത സുരക്ഷ, വശുഹുബൻ, ഷിഹാബ് എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ഗോളങ്ങൾ, തീഗോളങ്ങൾ. അപ്പോൾ ആകാശത്തിൻ്റെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നു, അത് തീഗോളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പിശാചുക്കൾ ആകാശത്ത് ഉപരിലോകത്ത് വസിക്കുന്ന പിശാചുക്കളുണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്തിരുന്ന ഒരു പണിയെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. അവർ ആകാശത്ത് മലക്കുകളുടെ സംസാരം കേൾക്കാൻ ശ്രമിക്കും, മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ അവസ്ഥ അവർ കാണുന്നത്. ആകാശം നിറയെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ ഒന്നുകൂടി വിശദീകരിക്കും. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഅ്, ഞങ്ങൾ ആകാശത്ത് കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, മലക്കുകളുടെ സംഭാഷണം കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഫമൻ യസ്തമിഉൽ ആന, ഇന്ന് ആരാണോ അതിന് ശ്രമിക്കുന്നത്, യജിദ് ലഹു ശിഹാബൻ റസദ, അവൻ ഒരുക്കി വെച്ച ഈ തീഗോളങ്ങൾ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് ഒരു സംരക്ഷണം ഏർപ്പെടുത്തിയ സംഭവമാണ് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം? എന്താണ് അല്ലാഹു തആല ആകാശത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്? ആകാശത്തിന് സംരക്ഷണമായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യം മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കും, ഒരു സ്ഥലത്ത് ചുരുക്കി പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ ആയത്ത്. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ, ആകാശത്ത് ഞാൻ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹ ലിന്നാദിരീൻ, അത് നോക്കി കാണുന്നവർക്ക് ഭംഗിയാക്കിയിരിക്കുന്നു. അല്ലെ, ആകാശത്ത് അള്ളാഹു ഒരുക്കി വെച്ച നക്ഷത്രങ്ങൾ കാണാൻ ഭംഗിയുള്ളതാണ്. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹ ലിന്നാദിരീൻ വഹഫിദ്നാഹ മിൻ കുല്ലി ശൈത്താനിർ റജീം, പിശാചുക്കളിൽ നിന്ന് ഈ ആകാശത്തെ സംരക്ഷിച്ചിരിക്കുന്നു. ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ, അവിടെ പോയി മലക്കുകളുടെ സംസാരം അത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവരൊഴികെ, അങ്ങനെ ആരെങ്കിലും കേട്ടാൽ ഇല്ലാ മൻ ഇസ്തറഖ സമഅ അഫൻ ഇല്ലാ മൻ ഇസ്തറഖ സമഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ, അങ്ങനെ കേൾക്കുന്നവർക്ക് ഈ തീഗോളങ്ങൾ കൊണ്ട് അവരെ എറിഞ്ഞോടിക്കും. അതുപോലെ തന്നെ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള കല്ലുകളാക്കി മാറ്റി എന്ന് അല്ലാഹു തആല ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് സൂറത്ത് മുൽക്കിൽ പറയുകയുണ്ടായി. അപ്പോൾ ആകാശത്ത് പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ, അവരെ ആട്ടിയകറ്റാൻ അല്ലാഹു തആല ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളാണോ ഉൽക്കയാണോ അല്ലാഹു ആലം, നമുക്കറിയില്ല. തീ കൊണ്ടുള്ള ഒരു സൃഷ്ടിയാണ് എന്ന കാര്യം അറിയാം. ഷിഹാബ് എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ജ്വലിക്കുന്ന ഒരു ഗോളം എന്നാണ് അർത്ഥം. അതിനപ്പുറം നമുക്കറിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് പിശാചുക്കൾ എറിഞ്ഞോടിക്കുന്നത്? അത് സൂറത്ത് ശുഅറയിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ തനസ്സലത് ബിഹി ശയാത്തീൻ, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പിശാചുക്കൾ കൊണ്ടുവന്നതല്ല. വമാ യംബഗി ലഹും, അതവർക്ക് യോജിച്ചതല്ല. വമാ യസ്തതിഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. ഇന്നഹും അനിസ് സമഇ ലമഅസൂലൂൻ, വിശുദ്ധ ഖുർആൻ കട്ട് കേൾക്കുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹദീസുകളിൽ ഇത് വിശദീകരിച്ചത് കാണാം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇദാ ഖദല്ലാഹുൽ അംറ ഫിസ്സമാ, അല്ലാഹു തആല ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ, ദറബത്തിൽ മലായികത്തു ബി അജ്നിഹതിഹാ ഖുദ്ആനൻ ലിഖൗലിഹി, മലക്കുകൾ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയോടുള്ള ബഹുമാനം കാരണം അവരുടെ ചിറകുകൾ കൊണ്ടടിക്കും, ചിറകിട്ടടിക്കും. കഅന്നഹു സിൽസിലത്തുൻ അല സഫ്വാൻ, ഒരു പാറപ്പുറത്ത് ചങ്ങല കൊണ്ട് അടിച്ചതുപോലെയുള്ള ശബ്ദമുണ്ടാകും. ഫൈദ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു, അങ്ങനെ അവർ പേടിച്ച് നിൽക്കും. അവരുടെ ആ ഭയം മാറിയാൽ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ അവരിങ്ങനെ പേടിച്ച് ചിറകിട്ടടിക്കും. ആ പേടി മാറിയാൽ അവർ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന? അപ്പോൾ മറ്റു ചില മലക്കുകൾ അവർ പറയും, ഖാൽ ഹഖ്ക വഹുവൽ അലിയുൽ കബീർ,
അള്ളാഹു പറഞ്ഞത് ഹക്കാകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വാക്കുകളൊക്കെ ഹക്കായിരിക്കും എന്ന് ഈ മലക്കുകൾ മറുപടി പറയും. എന്നിട്ട് പറഞ്ഞ കാര്യം പറയും. ഫയസ്മഉഹ മുസ്തരിഖുസം. അങ്ങനെ ജിന്നുകളിൽപ്പെട്ട ഈ മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള പിശാചുക്കൾ ഇത് കേൾക്കും, ഈ സംസാരം കേൾക്കും. മുസ്തരിഖുസ്സംഇ ഹാകദ ബഅ്ദുഹു ഫൗഖ ബഅദ്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള സുഫ്യാൻ സൗരി റഹ്മത്തുള്ളാഹ് അദ്ദേഹം തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഈ ജിന്നുകൾ ഇത് കേൾക്കുന്നത്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെരിച്ച് പിടിച്ചിട്ട് ഓരോ വിരലുകളും ഓരോ ജിന്നുകളാണെന്ന് വിചാരിക്കും. ഒരാൾക്ക് മുകളിൽ അടുത്തയാൾ എന്ന അവസ്ഥയിൽ അവർ ഇത് കേൾക്കാനിരിക്കുകയാണ്. ഫയസ്മഉൽ കലിമ. അങ്ങനെ ഈ മലക്കുകൾക്കിടയിൽ നടക്കുന്ന സംഭാഷണം അതിൽ നിന്ന് ഒരു വാചകം കേൾക്കും, ഒറ്റൊരു വാചകം മാത്രം. ഫയുൽഖീഹ ഇലാ മൻ തഹ്തഹു സുമ്മ യുൽഖീഹ അൽ ആഖറു ഇലാ മൻ തഹ്തഹു ഹത്താ യുൽഖീഹ അല ലിസാനി സാഹിരി അവൽ കാഹിൻ. അങ്ങനെ ഇവരിത് കൈമാറി ഭൂമിയിലുള്ള ഒരു ജ്യോത്സ്യന് അല്ലെങ്കിൽ മാരണക്കാരന് ഈ വിവരം എത്തിച്ചു കൊടുക്കും. അവരാണ് പിശാചുക്കളുടെ ആളുകൾ. അവരാണ് സൂറത്തുൽ അൻആമിൽ പറഞ്ഞ വഖാല ഔലിയാഉഹും എന്ന് പറഞ്ഞ ആളുകൾ. അവർക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കും. ഫറുബ്ബമ അദ്റക അശ്ശിഹാബു ഖബ്ല അൻ യുൽഖിയഹ വറുബ്ബമ അൽഖാഹ ഖബ്ല അൻ യുദ്രികഹു. അങ്ങനെ ഈ എറിഞ്ഞോടിക്കുന്ന ഈ തീഗോളങ്ങൾ അതുകൊണ്ട് മലക്കുകൾ ഇവർ എറിയും. ചിലപ്പോൾ ഈ വിവരം കൈമാറുന്നതിന് മുമ്പ് അവർ മരിച്ചു പോകും. ചിലപ്പോൾ ആ ഏറിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ വിവരം അവർ കൈമാറി എന്നും വരാം. അങ്ങനെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു വിവരമൊക്കെ അവർ ഭൂമിയിലെത്തിക്കും. അങ്ങനെ ഭൂമിയിലെത്തിയാൽ എന്ത് സംഭവിക്കും? ഈ ജ്യോത്സ്യൻ ഫയക്ദിബു മഅഹ മിഅത കദ്ബ. ഈ കിട്ടിയ ഉപരിലോകത്ത് നിന്ന് കിട്ടിയ ഈ സത്യം അതിൻ്റെ കൂടെ 100 കളവുകളും കൂടി കൂട്ടിയിട്ട് ഈ ജ്യോത്സ്യൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഫയുഖാൽ. അങ്ങനെ ആളുകൾ പറയും അലൈസ ഖദ് ഖാല ലനാ യൗമ കദ വകദ കദ വകദ. ആളുകൾ ഈ ജ്യോത്സ്യനെ പറ്റി പറയും ഇന്ന ദിവസം ഇയാൾ ഒരു സത്യം പറഞ്ഞിരുന്നല്ലോ, ഇയാൾ പറഞ്ഞതുപോലെ ഒരു പ്രവചനം ഫലിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇയാൾ പറയുന്ന ബാക്കി 100 കളവും വിശ്വസിക്കും. അത് നമ്മളിത് നോക്കിയാൽ കാണാം അല്ലേ? ജ്യോത്സ്യന്മാരൊക്കെ അവരുടെ പ്രവചനങ്ങൾ 3 തരത്തിലായിരിക്കും. ഒന്ന് വ്യക്തമായ പരാജയമായിരിക്കും, അവർ പറഞ്ഞതിന് നേരെ വിപരീതം സംഭവിക്കും. രണ്ടാമത്തത് എന്തായിരിക്കും? അവരുടെ പ്രവചനം തന്നെ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന വാചകങ്ങളായിരിക്കും. അല്ലെ, ഒരാളോട് പറയാം നിനക്ക് നല്ല ഐശ്വര്യം വരാൻ പോകുന്നുണ്ട്, പക്ഷേ അതിന് ചില തടസ്സങ്ങളും കൂടി കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലതും കിട്ടിയാൽ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. തടസ്സം വന്നാൽ തടസ്സമുള്ളതുകൊണ്ടാണല്ലോ, ഞാൻ പറഞ്ഞ തടസ്സമാണിതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടായിരിക്കും, അതായിരിക്കും കൂടുതൽ. അപ്പോൾ വ്യക്തമായ കളവുകളുണ്ടാവും, അത് പരാജയപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ടാവും. മൂന്നാമത്തേത് ചിലത് ഫലിക്കും, അപൂർവമായിരിക്കും ഫലിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഹദീസിൽ പറഞ്ഞതുപോലെയാണ് ഇന്നും നമ്മൾ ജ്യോത്സ്യന്മാരെ കാണുന്നത് അല്ലെ? 100 കളവുണ്ടാവും, പിന്നെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പ്രയോഗങ്ങളുണ്ടാവും, പിന്നെ ഈ 100-1 സത്യം ഉണ്ടാവും. ഇങ്ങനെയാണ് ജ്യോത്സ്യന്മാർ അന്നത്തെ കാലം മുതൽ ഇന്ന് വരെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ഈ കട്ട് കേൾക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സഅല ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കുഹാൻ. ചില ആളുകൾ ജ്യോത്സ്യന്മാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസു ബിശൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, അവരൊന്നുമല്ല എന്ന് പറഞ്ഞു. അവർക്ക് ഗൈബൊന്നും അറിയില്ല, ഭാവിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു യാ റസൂലല്ലാഹ് ഫഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇ യകൂനു ഹഖ്ഖ. അവർ പറഞ്ഞ ചിലതൊക്കെ ഫലിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തിൽക്കൽ കലിമതു മിനൽ ഹഖ് യഖ്തഫുഹൽ ജിന്നി. അത് ജിന്ന് കട്ട് കേൾക്കുന്ന ആ വാചകമാണ്, സത്യമായിട്ടുള്ള വാചകമാണ്. ഫയഖുറുഹ ഫി ഉദുനി വലിയിഹി ഖർറദ് ദജാജ. കോഴി ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ അല്ലെ, കോഴിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം പറയുന്ന പോലത്തെ ഒരു ശബ്ദമാണല്ലോ, അതുപോലെ ഈ ജ്യോത്സ്യൻ്റെ ചെവിയിൽ വന്ന് ഈ ജിന്ന് ഇത് പറഞ്ഞു കൊടുക്കും. ഫയഖ്ലിതൂന ഫീഹ അക്സറ മിൻ മിഅതി കദ്ബ. അതിൻ്റെ കൂടെ 100-ലധികം കളവുകളും കൂടി കൂട്ടിയിട്ട് ഇയാൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇതേ അർത്ഥത്തിൽ തന്നെ മലക്കുകൾ മേഘത്തിൻ്റെ അടുത്ത് വന്ന് പരസ്പരം സംസാരിക്കും, അത് ജിന്ന് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്നൊരു ഹദീസ്. ഇങ്ങനെ 3 ഹദീസുകൾ ബുഖാരിയിൽ മുസ്ലിമിനുമായിട്ട് കാണാം പിശാചുകൾ കട്ട് കേൾക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്, അവരങ്ങനെ കേൾക്കും. ആ കേൾവി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് എറിഞ്ഞോടിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അല്ലേ ഇവിടെ പിശാചുക്കൾ പറയുന്നുണ്ട്, ജിന്നുകൾ പറയുന്നുണ്ട് ഞങ്ങൾ മുമ്പ് കേൾക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ആരാണ് കേൾക്കാൻ ശ്രമിക്കുന്നത് അവന് എറിഞ്ഞോടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അഥവാ ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത്, ആ സമയത്തെക്കുറിച്ചാണല്ലോ ജിന്നുകൾ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം ഈ എറിഞ്ഞോടിക്കുന്ന സംവിധാനം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം വഹി ഇറങ്ങുന്നുണ്ട്. വഹി ഇറങ്ങുന്നതുകൊണ്ട് എന്താ പ്രശ്നം? പിശാചുക്കളിൽ നിന്ന് കേട്ടിട്ടാണെന്ന് പറയുമോ? ഇറങ്ങുന്നതിന് മുമ്പേ ആൾക്കാർ അറിയും, അതുകൊണ്ട് എന്താ പ്രശ്നം? നല്ലതല്ലേ?
ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരറിയും. പ്രശ്നം എന്താണ്? ഈ ജ്യോത്സ്യന്മാർ ഖുർആനിലെ ആയത്തുകൾ ഓതും അല്ലേ, അവർക്ക് കിട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കിട്ടും, വഹി ഇറങ്ങും കുറച്ച് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ആരാണ് നബി? ഈ ജ്യോത്സ്യന്മാർ പറയാം ഞാൻ നബിയാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവകാശവാദം. അതുപോലെ അല്ലെങ്കിൽ എന്ത് പറയാം, പിന്നെ ഞാൻ ജ്യോത്സ്യനാണ്, എന്നെപ്പോലെ തന്നെ വേറെ ജ്യോത്സ്യനാണ് ഇയാൾ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഖുർആനിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഈ പറഞ്ഞ കാര്യം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലായിലുൻ നുബുവത്തിൽപ്പെട്ടതാണ്, നുബുവത്തിൻ്റെ തെളിവുകൾപ്പെട്ടതാണ്. എങ്ങനെയാണ് തെളിവാകുന്നത്? കാരണം അല്ലേ, ആകാശത്ത് ഈ തീഗോളങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിൽ. അപ്പോൾ ഈ സംഭവം മക്കയിലെ മുശ്രിക്കുകൾ കണ്ടിരുന്നു. അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ആകാശത്ത് ഇടക്കിടക്ക് ഈ തീഗോളങ്ങൾ വർഷിക്കുന്നത് കാണാമായിരുന്നു. ഇതന്ന് കണ്ടിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അതുപോലെ തന്നെ ഹദീസുകൾ കാണാം. ഇതാരും നിഷേധിച്ചിട്ടുമില്ല. മക്കയിലെ മുശ്രിക്കുകളാരും അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്നാരും പറഞ്ഞിട്ടുമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ശരി, ഇനി തുടർന്ന് ഇവർ പറയുകയാണ്, വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റഷദ. വഅന്നാ ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല, അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർള്, ഭൂമിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഷർറാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അം അറാദ ബിഹിം റബ്ബുഹും റഷദ, അതല്ല അവർക്ക് നന്മ നേരായ ജീവിതം. റഷദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇസ്തിഖാമത്തു ത്വരീഖ, നേർമാർഗം. നേർമാർഗം എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യത്തിലാണെങ്കിലും ദുന്യവിയായ കാര്യത്തിൽ ഖൈറുണ്ടാകുന്നതിനൊക്കെ പറയാം. അപ്പോൾ അവർക്ക് ഖൈറാണ് വരാൻ പോകുന്നത്, അതല്ല അവരെ കൊണ്ട് എന്തെങ്കിലും ഷർറ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആകാശത്ത് നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് എന്തോ ഒരു വലിയ സംഭവത്തിനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലായി. അത് ഖൈറാണോ ഷർറാണോ ഞങ്ങൾക്കറിയില്ല എന്നാണ് ഈ ജിന്നുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ജിന്നുകളുടെ ഒരു മര്യാദ മുഫസ്സിരിങ്ങൾ പറയുന്നത് കാണാം. ഷർറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഷറുൻ ഉരീദ ബിമൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് എന്തെങ്കിലും തിന്മ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നോ, പാസീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഖൈറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അം അറാദ ബിഹിം റബ്ബുഹും റഷദ, റബ്ബ് അവർക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്നറിയില്ല. ഇത് ഖുർആനിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണാവുന്നൊരു ശൈലിയാണ്. ഷെറിനെ കുറിച്ച് പറയുമ്പോൾ അത് അള്ളാഹുലേക്ക് ചേർത്തി പറയില്ല. ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംസാരം, വൈദ മരിൽത്തു ഫഹു യഷ്ഫീൻ അല്ലദീ യുത്ഇമുനി വയസ്കീൻ, എനിക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുന്നവൻ അവനാണ് എന്ന് പറഞ്ഞു, നേരെ പറഞ്ഞു. പക്ഷേ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൈദ മരിൽത്തു, ഞാൻ രോഗിയായാൽ, വൈദ അമ്രളനി, എന്നെ രോഗിയാക്കിയിട്ട് ഫഹു യഷ്ഫീൻ, എന്നിട്ട് അവൻ ശിഫ തരും എന്നല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആരാ രോഗം തരുന്നത്? അള്ളാഹുവാണ്. പക്ഷേ അത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല, അദബിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ സൂറത്ത് അൽ കഹ്ഫിൽ മൂസാ നബി അലൈഹി സ്വലാം ഖദർ അലൈഹി സ്വലാമിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എന്താണ്, ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ എന്നുള്ളത് വിശദീകരിക്കുന്ന സമയത്ത് ഖദർ അലൈഹി സ്വലാം പറഞ്ഞ എന്താണ്, ആ കുട്ടികൾക്ക് യത്തീം മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മതിലിൻ്റെ താഴെ നിധിയുണ്ട്, ആ മതിൽ ശരിയാക്കി കൊടുത്ത കഥ പറഞ്ഞപ്പോൾ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമ വയസ്തഖ്രിജ കൻസഹുമ, അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു എന്ത്, അവർ പ്രായപൂർത്തിയാവുന്നത് വരെ ആ മതിൽ അവിടെ തന്നെ നിൽക്കാനും അതിനുശേഷം അവർക്ക് ആ നിധി കിട്ടാനും അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പൽ കേടുവരുത്തിയതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫഅറത്തു അൻ അഈബഹ, ഞാൻ ആ കപ്പൽ പൊളിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രണ്ടും ആരാണ് ചെയ്തിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എന്താ തെളിവ്? വമാ ഫഅൽതുഹു മിൻ അംരി, ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ പറഞ്ഞപ്പോൾ വ്യക്തമായ ഖൈറുള്ള കാര്യം അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഷർറായി തോന്നുന്ന കാര്യം അത് സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞു. ഇത് ഖുർആനിൽ പല സ്ഥലങ്ങളും കാണാവുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമവാതി വൽ അർദ് എന്നുള്ള ദിക്ർ, ആ ദിക്റിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണാം, വൽ ഖൈറു കുല്ലുഹു ഫി യദൈക്, ഖൈർ മുഴുവനും നിൻ്റെ കയ്യിലാണ്, വശർറു ലൈസ ഇലൈക്, ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയുകയില്ല എന്ന് ബുഖാരി മുസ്ലിമിലുള്ള ആ ദിക്റിൽ കാണാം. അപ്പോൾ അതാണ് ഇവിടെ ഈ ജിന്നുകൾ കാണിച്ചിരിക്കുന്നത്. അഷറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റഷദ വഅന്ന മിന്ന സ്സാലിഹൂന വമിന്ന ദൂന ദാലിക്. ഇപ്പോൾ ഇവിടെ ഒരു സംശയം തോന്നാം. ഇവിടെ ഖുർആനെക്കുറിച്ചും വഹീനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഖൈറാണോ ഷർറാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖൈറാണോ ഷർറാണോ? ഖൈറാണ് അല്ലേ, വഹി ഇറങ്ങുക എന്നുള്ളത് ഖൈറാണ്. അപ്പോൾ അതെന്താണ് അവരങ്ങനെ പറയാൻ കാരണം? അവർ മുമ്പുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയാണ്. അന്ന് ഞങ്ങൾ വിചാരിച്ചു ഖൈറാണോ ഷർറാണോ എന്നറിയില്ല എന്നുള്ളത്. ഞാൻ അവർ ആകാശത്ത് പോയി കട്ട് കേൾക്കാൻ ശ്രമിക്കുന്നതൊക്കെ എപ്പോഴാണ്? വിശ്വസിക്കുന്നതിന് മുമ്പാണ്. അന്ന് അവർ ചിന്തിച്ച കാര്യമാണ് ഈ പറയുന്നത്. അന്നാലാനതിരി, ഞങ്ങൾക്കറിയില്ലായിരുന്നു
അന്ന്. വഅന്ന മിന്ന സ്വാലിഹൂന വമിന്ന ദൂന ദാലിക്. തുടർന്ന് അവർ പറയാണ്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്താണ്? ജിന്നുകൾക്ക് ഗൈബറിയില്ല. ജിന്നുകൾക്ക് വല്ലപ്പോഴും ഈ മലക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒന്നോ രണ്ടോ വാചകങ്ങളല്ലാതെ അവർക്ക് എല്ലാം അറിയാനുള്ള, ഭാവി അറിയാനുള്ള കഴിവില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അറിയുമായിരുന്നെങ്കിൽ ഇത് ഹൈറാണോ ഷറാണോ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. വഹി ഇറങ്ങാൻ പോവുകയാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ. അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ജിന്നുകളെക്കുറിച്ച് ഈ കാര്യം സൂറത്ത് സബയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹം ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ഈ ജിന്നുകൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഫലമ്മ ഖദൈന അലൈഹിൽ മൗത, അദ്ദേഹത്തിന് നാം മരണം രേഖപ്പെടുത്തിയപ്പോൾ മാദല്ലഹും അലാ മൗതിഹി, അവർക്ക് അദ്ദേഹത്തിൻ്റെ മരണം മനസ്സിലായില്ല. അദ്ദേഹം മരിച്ചു എന്ന് മനസ്സിലായില്ല. കാരണം അദ്ദേഹം കസേരയിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു എന്നത് അവർക്ക് മനസ്സിലായില്ല. എപ്പോഴാണ് മനസ്സിലായത്? ഇല്ല ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹു, അദ്ദേഹത്തിൻ്റെ വടി, അദ്ദേഹം കുത്തിപ്പിടിച്ചിട്ടുള്ള വടി, അത് ഒരു ചെതൽ വന്ന് അരിച്ച് അത് തിന്നു തീർത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഫലമ്മ ഖറ, അങ്ങനെ അദ്ദേഹം മറിഞ്ഞു വീണു. ഈ വടി ചെതൽ തിന്ന് പൊട്ടിയപ്പോൾ അദ്ദേഹം മറിഞ്ഞു വീണു. ഫലമ്മ ഖറ, അദ്ദേഹം വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് മനസ്സിലായി. എന്ത്? അല്ലൗ കാനു യഅലമൂനൽ ഗൈബ, അവർക്ക് ഗൈബ് അറിയാമായിരുന്നെങ്കിൽ മാ ലബിഥു ഫിൽ അദാബിൽ മുഹീൻ, അവർ ഈ നിന്ദ്യമായ ശിക്ഷയിൽ കഴിഞ്ഞുകൂടില്ലായിരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം മരിച്ചതറിയാതെ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ പിന്നെയും ഇത്രയും കാലം അദ്ദേഹത്തിന് മരണശേഷം അവർ പണിയെടുത്തത് അവർക്ക് ഗൈബ് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗൈബുൻ നിസ്ബി, തൊട്ടടുത്തുള്ള ഗൈബ്, അല്ലെ, ഗൈബ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സൃഷ്ടികൾക്ക് ആർക്കും അറിയാത്ത ഗൈബ്, അതാണ് ഭാവി എന്ന് പറയുന്നത്. നാളെ എന്ത് സംഭവിക്കും? അമ്മ അത്തരി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഒരു നഫ്സിനും അറിയില്ല. നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നും എല്ലാവരും പെട്ടു. അവർക്ക് ആർക്കും അറിയില്ല എന്ത്, എവിടെ വെച്ച് മരിക്കും. എവിടെ വെച്ച് മരിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അറിയാം, മരിക്കുന്ന ഡേറ്റ് മാത്രം അറിയില്ല എന്നാണോ? അല്ല, ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയില്ല, ഊഹമല്ലാതെ. നമുക്ക് ഊഹിക്കാൻ പറ്റും നാളെ എന്നൊക്കെ സംഭവിക്കുന്നു. പക്ഷെ ഉറപ്പിച്ച് നാളെക്കുറിച്ച് ഒരു മനുഷ്യനും ഒരു വിവരവുമില്ല, ഒരു ജിന്നിനും ഒരു വിവരവുമില്ല. അങ്ങനെ ഉള്ള ഗൈബിനാണ് ഗൈബുൻ മുത്തലഖ് എന്ന് പറയുന്നത്. ഗൈബുൻ നിസ്ബി എന്ന് പറഞ്ഞാലോ, ചില സൃഷ്ടികൾക്കറിയാം. ഇപ്പോൾ ഈ പള്ളിക്ക് പുറത്ത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, അവിടെ നിൽക്കുന്ന ഒരാൾക്കത് അറിയാം. അത് എന്നെ സംബന്ധിച്ച് ഗൈബുൻ നിസ്ബിയാണ്. ഈ ഗൈബുൻ നിസ്ബി അത് സൃഷ്ടികൾക്കറിയോ? അറിയാം. അതിനാണ് ഗൈബുൻ നിസ്ബി എന്ന് പറയുന്നത്. ചില സൃഷ്ടികൾക്ക് അറിയുന്നതും മറ്റുള്ള സൃഷ്ടികൾക്ക് അറിയാത്തതും. അതുപോലും ജിന്നുകൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. തൊട്ടടുത്തുള്ള അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ജിന്നുകൾക്ക് ഗൈബ് അറിയാമെന്നുള്ളത് അബദ്ധമാണ്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജിന്നുകളെ കൊണ്ട് തോന്നിയതൊക്കെ ചെയ്യിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിൽ മറുപടിയാണ്. അവരുടെ അറിവും അവരുടെ കഴിവുകളൊക്കെ വളരെ പരിമിതമാണ്. വഅന്ന മിന്ന സ്വാലിഹൂന, തുടർന്ന് അവർ പറയുകയാണ്, വഅന്ന മിന്ന സ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ട്. 8 മിനിറ്റ്. വഅന്ന മിന്ന സ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ട്. വമിന്ന ദൂന ദാലിക്, അതിന് താഴെയുള്ളവരുണ്ട്. വകുന്ന തൊറായിഖ ഖിദദ, ഞങ്ങൾ പല മാർഗ്ഗങ്ങളിലുള്ളവരാണ്. തൊറായിഖ് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തിൻ്റെ ജമ, പല വഴികളിലുള്ളവരാണ്. ഖിദദ എന്ന് പറഞ്ഞാൽ ഖിദ്ദ എന്നുള്ളതിൻ്റെ ജമാണ്. ഖിദ്ദത്തുൻ, ഖിദ്ദ എന്ന് പറഞ്ഞാൽ അജ്നാസ്, പല വർഗ്ഗങ്ങൾ. അപ്പോൾ ഞങ്ങൾ പല വർഗ്ഗങ്ങളായിട്ടുള്ള പല വഴികളിലുള്ളവരാണ്. അപ്പോൾ മനുഷ്യരുള്ള പോലെ തന്നെ മുസ്ലിമും കാഫിറും സ്വാലിഹും ഫാസിഖുമൊക്കെ അവരിലുമുണ്ട്. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, നിങ്ങളെപ്പോലെ തന്നെയാണ് ജിന്നുകൾ. ജനങ്ങളോട് അദ്ദേഹം പറയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ് ജിന്നുകൾ. ഒമിൻഹുമുർ റാഫിളി ഒമിൻഹുമുൽ ഖദരി ഒമിൻഹുമുൽ ജഹ്മി, അവരുടെ കൂട്ടത്തിൽ ജഹ്മിയില്ല. മിൻഹുമുർ റാഫിളി ഒമിൻഹുമുൽ ഖദരി, ജഹ്മിയാക്കൾ പിന്നെയാണ് വരുന്നത്. അവരുടെ കൂട്ടത്തിൽ റാഫിളുകളുണ്ട്, ഖദരിയാക്കളുണ്ട്, എല്ലാ കക്ഷികളും ജിന്നുകളിലുമുണ്ട്. അതാണ് ജിന്നുകളിവിടെ പറയുന്നത്. വഅന്ന ظننا, ഞങ്ങൾ വിശ്വസിച്ചു. വന്ന എന്നുള്ള വാക്കിന് വിശുദ്ധ ഖുർആനിൽ ഐക്കന, ഉറപ്പിച്ചു എന്നർത്ഥമുണ്ട്, ഊഹിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ യഖീൻ എന്നുള്ള അർത്ഥമാണ്. വഅന്ന ظننا, ഞങ്ങൾ വിശ്വസിച്ചു, ഉറച്ചു വിശ്വസിച്ചു, അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദി വലൻ നുഅ്ജിസഹു ഹറബ, ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന്. അതാ ഖുർആൻ കേട്ട് മുഅ്മിനായി മുസ്ലിം ആയതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷയില്ല. വലൻ നുഅ്ജിസഹു ഹറബ, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, ഹറബ എന്നാണ് ഓടി രക്ഷപ്പെടാൻ, ഹുറൂബ്, ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. വഅന്ന ലമ്മ സമിഅനൽ ഹുദ ആമന്ന ബിഹി, ഞങ്ങൾ ഈ സന്മാർഗം കേട്ടപ്പോൾ, ഖുർആൻ കേട്ടപ്പോൾ, ആമന്ന ബിഹി, ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആരാണോ തങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നത്, ഫലാ യഖാഫു, അവൻ പേടിക്കേണ്ടതില്ല, ബഖ്സൻ വല റഹഖ. എന്താ ബഖ്സ് എന്ന് പറഞ്ഞാൽ? ബഖ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശത്തിൽ കുറവ് വരുത്തുക, ഒരാൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതിരിക്കുക, അതാണ് ബഖ്സ് എന്ന് പറയുന്നത്. വല റഹഖ, റഹഖ എന്ന് പറഞ്ഞാൽ ദുൽമ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, അവൻ ചെയ്ത നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല, അതാണ് ബഖ്സ് എന്ന് പറയുന്നത്. വല റഹഖ, അവൻ ചെയ്യാത്ത തിന്മകൾക്ക് അവൻ ഉത്തരം പറയേണ്ടി വരുമില്ല. അപ്പോൾ
അവൻ്റെ നന്മകൾ കുറഞ്ഞു പോവുകയോ അവൻ ചെയ്യാത്ത തിന്മകൾക്ക് ഉത്തരം പറയേണ്ടി വരികയോ ഇല്ല. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചെയ്യാത്ത പാപങ്ങളുടെ ഉത്തരവാദിത്തം നസാറാക്കൾക്കാണ് വിശ്വാസമുണ്ട്. എല്ലാ മനുഷ്യനും പാപിയായിട്ടാണ് ജനിക്കുന്നത്, അത് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജനിക്കുന്നതന്നെ പാപങ്ങളായിട്ടാണ്. ഇങ്ങനെ ഇസ്ലാമിലില്ല. വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, വമിന്നൽ ഖാസിത്തൂൻ, അക്രമികളുണ്ട്. ഇവിടെ അക്രമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറുകൾ. ഖാസിത്ത് എന്നുള്ള വാക്ക് രണ്ട് വാക്കുകളുണ്ട് ഇതേപോലെയുള്ള, മുഖ്സിത്തും ഖാസിത്തും ഉണ്ട്. രണ്ടു നേരെ വിപരീതമാണ്. മുഖ്സിത്ത് എന്ന് പറഞ്ഞാൽ നീതിമാൻ, ഖാസിത്ത് എന്ന് പറഞ്ഞാൽ അക്രമി, ലാലിം. ഞങ്ങളിൽ മുസ്ലിമീങ്ങളുണ്ട്, ലാലിമീങ്ങളുണ്ട്. ഫമൻ അസ്ലമ, ആരാണോ മുസ്ലിമായത്, ഫഉലൈക തഹറൗ റഷദ, അവർ ശരിയായ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. തഹറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ശരി എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടന്നിരിക്കുന്നു. അതാണ് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. വഅമ്മൽ ഖാസിത്തൂന, നിഷേധികളായ ആളുകളോ, ഫകാനൂ ലി ജഹന്നമ ഹതബ, അവർ നരകത്തിൻ്റെ വിറകുകളാണ്. നിഷേധികളായ ആളുകൾ അവരുടെ അവസാനം നരകമാണ്. അപ്പോൾ ഈ ജിന്നുകളുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് വിഭാഗവുമുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, കാഫിര്യങ്ങളുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ ഒമിന്ന അസ്വാലിഹൂന ഒമിന്ന ദൂന ദാലിക്, സ്വാലിഹ്യങ്ങളുണ്ട്, അതിന് താഴെയുള്ള ആളുകളുണ്ട്. നിഷേധികളായ ആളുകളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഫക്കാനു ലി ജഹന്നമ ഹതബ, അവർ നരകത്തിൻ്റെ വിറകുകളാണ്. അപ്പോൾ ഖുർആൻ ഒരു തവണ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ. പരലോകത്ത് മുസ്ലിമീങ്ങൾ സ്വർഗത്തിലും കാഫിര്യങ്ങൾ നരകത്തിലുമാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച വാക്ക് നോക്കുക, നരകത്തിൻ്റെ വിറകുകൾ. അതിൽ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് അവർ നിന്ദിക്കുന്നൊരു പ്രയോഗമാണ്. അള്ളാഹുവിനെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച ആളുകൾ, അവരുടെ അവസ്ഥ വളരെ നിന്ദ്യമാണ്, നരകത്തിൻ്റെ വിറകുകൾ. അതുപോലെ തന്നെ ദുനിയാവിൽ അവർ അവരുടെ അക്കൽ ഉപയോഗിച്ചിട്ടില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു സൂചനയും ഇതിലുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. വിറകുകളെ പോലെ, വിറകിന് ബുദ്ധിയില്ല, അതുപോലെ ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ പരലോകത്ത് നരകത്തിൻ്റെ വിറകുകളായി മാറിയത്. സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ മുൽക്കിൽ എന്താ പറഞ്ഞത്? വഖാലു ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ നരകാവകാശികളാകുമായിരുന്നില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർക്കിടയിലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. ജിന്നുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നരകവും സ്വർഗവും ജിന്നുകൾക്കുണ്ടോ? നരകമുണ്ട് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. എന്താ കാരണം? ഈ ആയത്ത് തെളിവാണ്. ഫക്കാനു ലി ജഹന്നമ ഹതബ, നിഷേധികൾ നരകത്തിലേക്കുള്ളതാണ്, അതിൽ തർക്കമില്ല. സ്വർഗമുണ്ടോ ഇല്ലേ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വർഗത്തിൽ ജിന്നുകൾ പ്രവേശിക്കുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അതിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ ആയത്തുകളിൽ അതിന് തെളിവുണ്ട്. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി ഫലാ യഖാഫു ബഖ്സൻ, റബ്ബിൽ വിശ്വസിച്ചവന് ഒന്നും കുറവ് വരികയില്ല, ഒന്നും കുറഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇവിടെ എന്താ കുറഞ്ഞു പോകുന്ന കാര്യം പറയുന്നത്? എന്ത് കുറഞ്ഞു പോകില്ല എന്നാണ് പറയുന്നത്? പ്രതിഫലം, സവാബ്. അപ്പോൾ അവർക്ക് പരലോകത്ത് പ്രതിഫലം കുറയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്നർത്ഥം. അപ്പോൾ ജിന്നുകളും മനുഷ്യനെ പോലെ തന്നെ സ്വർഗത്തിലും നരകത്തിലും പ്രവേശിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും ആയത്തുകൾ, ഈ 15 ആയത്തുകളാണ് ജിന്നുകളുടെ സംസാരം. ഇനിയുള്ള ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളോട് സംസാരിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്ക മുശ്രിക്കുകളോട്, തൻ്റെ മുമ്പിലുള്ള പ്രബോധിതരായ ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന കാര്യമാണ് ഇനിയുള്ള ആയത്തുകൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബ്, അവൻ്റെ കലാം മനസ്സിലാക്കാനും പിന്തുടരാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.